അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഒരുപാട് പേരും പറയുന്നൊരു പ്രശ്നമാണ് നിങ്ങൾക്ക് ഫോളോവേഴ്സ് കയറുന്നില്ല. അപ്പോൾ ഇത് ഫോളോവേഴ്സ് കയറാത്തത് നിങ്ങളെ കുഴപ്പം കൊണ്ടോ നിങ്ങളെ കണ്ടന്റിൻ്റെ കുഴപ്പം കൊണ്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സെറ്റിംഗ്സ് ആഡ് ചെയ്യാത്തതിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു സെറ്റിംഗ്സ് ഇന്ന് ആഡ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൺ ആക്കാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ സെറ്റിംഗ്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് പി സിയിലോ ലാപ്ടോപ്പിലോ ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പി സിയോ ലാപ്ടോപ്പോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ നിന്നോ അങ്ങനെ മറ്റ് കസിൻസിൻ്റെ അക്കൗണ്ടിൽ നിന്നോ ആരുടെ അക്കൗണ്ടിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാം. എന്നിട്ട് ഈ സെറ്റിംഗ്സ് എനേബിൾ ആക്കി വയ്ക്കാവുന്നതാണ്. കാരണം ഇത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങളുടെ അക്കൗണ്ട് നല്ല റീച്ചിലേക്ക് ഫോളോവേഴ്സ് കയറാനും കാര്യങ്ങളും സജഷൻസിലൊക്കെ പോകണമെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് മസ്റ്റായിട്ട് ഓൺ ആക്കിയിടണം. അപ്പോൾ ഇത് ഓൺ ആക്കാത്ത പക്ഷം നിങ്ങളുടെ അക്കൗണ്ട് ഈ പറഞ്ഞ പോലെ ഒരു റെക്കമെൻഡേഷനിൽ പോകുന്നതല്ല. അപ്പോൾ അതെങ്ങനെ എടുക്കാമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം നമ്മുടെ പി സി ലോഗിൻ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കണം സൈഡിൽ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് അതിലാണ് നമ്മുടെ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഈ സാധനം നമുക്ക് മൊബൈലിൽ ലഭ്യമല്ല, പി സിയിൽ മാത്രമേ ലഭ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഷോ അക്കൗണ്ട് സജഷൻസ് ഓൺ പ്രൊഫൈൽ, ഇതാണ് സംഭവം. അപ്പോൾ ഇത് എനേബിൾ അല്ലാത്തവർ ഇത് ഓൺ ആക്കിയിടാൻ ശ്രമിക്കുക. കാരണം ഇത് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് റീച്ചിലോട്ട് പോകുള്ളൂ, വൈഡറായിട്ടുള്ള ഓഡിയൻസിലേക്ക് പോകുള്ളൂ. അപ്പോൾ നിങ്ങളുടെ റീൽസിൻ്റെ ഗ്രോത്ത് ആയാലും ഇതെല്ലാനും നമ്മൾ റീൽസിൻ്റെ ഗ്രോത്തിനും വൈറലിനും വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഇത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഈ പുതിയൊരു വീഡിയോ ആക്കി ഇട്ടിട്ടുള്ളത്. കാരണം അത് ഓൾറെഡി ലെങ്ത് കൂടുതലുകൊണ്ട് തന്നെ ഇതും കൂടെ അതിൽ വീട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പോൾ ഇത് എലോ അല്ലാത്തവർ ഇത് എലോ ചെയ്തുക. കാരണം അങ്ങനെ എലോ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു സെലിബ്രിറ്റീസിനെയോ ആരെങ്കിലും ഫോളോ ചെയ്യുമ്പോൾ ആ ഫോളോ ബട്ടൺ നമുക്ക് കഴിഞ്ഞപ്പോൾ തന്നെ താഴെ സജഷൻസ് ആയിട്ട് വേറെ പ്രൊഫൈൽസ് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഫൈൽസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിനെ കാണിച്ചു തരും. അത് ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഓഫ് ആണെങ്കിൽ നമുക്ക് ആ സെറ്റിംഗ്സോ അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ അക്കൗണ്ടോ നമ്മളുടെ ചാനലിലിടുന്ന വീഡിയോസായിട്ട് റിലേറ്റ് ആയിട്ടുള്ള വേറെ ആരെങ്കിലും ഫോളോ ബട്ടൺ ഓൺ ആക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ വേറെ ആരെങ്കിലും ഫോളോ ചെയ്യുമ്പോൾ നമ്മളുടെ അക്കൗണ്ട് ഇതേ സജഷൻസിൽ താഴെ വരും. അപ്പോൾ ഈ ഒരു ബട്ടൺ ഓൺ ആക്കി വെക്കുക. ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമാണ്. അപ്പോൾ അത് ഓൺ ആക്കിയിട്ട് നമ്മൾ നേരെ സബ്മിറ്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളുടെ അക്കൗണ്ട് റെക്കമെൻഡേഷനിൽ വന്നിട്ടുണ്ടാവും. ബാക്കി നിങ്ങളുടെ ഫോളോവേഴ്സ് റീച്ചും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കണ്ടൻസിലും ബാക്കി കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ട് വില പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ചാനലിൽ റീൽസൊക്കെ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്, അത് അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി റീച്ചും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ വരിക. അപ്പോൾ റെക്കമെൻഡുകൾ ആക്കാനുള്ള നമുക്ക് ഇൻസ്റ്റാഗ്രാമിന് കൊടുക്കാനുള്ള പെർമിഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കണ്ടൻറ്റും നിങ്ങളുടെ റീൽസും അനുസരിച്ചിരിക്കും. അപ്പോൾ നന്നായിട്ട് റീൽസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എങ്ങനെ വൈറലാവാം അതിന് വേണ്ടിയിട്ടുള്ള 10 ടിപ്സ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കയറുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള എഫക്ട്സ് നമ്മൾ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യും, അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യാമെന്ന്, അതുപോലെ തന്നെ പെയ്ഡ് വെർഷൻ എങ്ങനെ അത് ഫ്രീ ആയിട്ട് ചെയ്യാമെന്നുള്ളതും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും മുകളിൽ കാണുന്നത് ക്ലിക്ക് ചെയ്ത് കയറുക, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്.